ആചാരപ്പെരുമയിൽ പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ആലങ്ങാട്ട് യോഗത്തിന്റെ അയ്യപ്പൻ വിളക്കുത്സവം നടന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പേട്ട സംഘം ധനുമാസം 25-ന് എരുമേലിയിൽ എത്തിച്ചേരും. ശബരിമല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ചരിത്രപ്രസിദ്ധമായ ആലങ്ങാട്ട് പേട്ട സംഘത്തിന്റെ ശിവ ഗണപതി വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ തത്വമസി അലങ്കൃത വാഹനരഥം പതിവ് പോലെ ഇത്തവണയും പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെത്തി. നൂറ്റാണ്ടുകളായി ആലങ്ങാട് സംഘം നടത്തുന്ന അയ്യപ്പൻ വിളക്കും ഇതോടൊപ്പം ഭക്തി നിർഭരമായി നടന്നു. ആലങ്ങാട്ട് യോഗത്തിന്റെ പ്രതിനിധികളടക്കം 30ഓളം പേരുടെ സംഘമാണ് വ്യാഴാഴ്ച ആലുവ മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച രഥയാത്രയെ അനുഗമിക്കുന്നത്. മറവപ്പടയുമായുള്ള യുദ്ധത്തിൽ അയ്യപ്പനോടൊപ്പം അണിനിരുന്നതിന് പന്തളത്ത് രാജാവ് പാരിതോഷികമായി ആലങ്ങാട്ട് തമ്പുരാന് അയ്യപ്പ ഗോളകയും കൊടിയും സമ്മാനിച്ചതിന്റെ ചരിത്ര സ്മരണയായാണ് എരുമേലിയിലും സന്നിധാനത്തും ആലങ്ങാട്ട് യോഗക്കാർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങളും അവകാശങ്ങളും കൽപ്പിച്ചു കൊടുത്തതിന് പിന്നിലെന്ന് പെരുമ്പാവൂരിലെത്തിയ സംഘം പ്രതിനിധികൾ പറഞ്ഞു. അയ്യപ്പസ്വാമി കൊള്ളക്കാരെ അമർച്ച ചെയ്യുവാനായിട്ട് ഉണ്ടാക്കുവാനായിട്ട് അല്ലെങ്കിൽ യോദ്ധാക്കളുടെ ഒരു കൂട്ടം വിളിച്ചു ചേർത്ത് അന്യായത്തിനെതിരെ പൊരുതുവാനായി ആലുവ ശിവരാത്രി മണപ്പുറത്തുള്ള ആലങ്കാട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പിതാവായ മഹാദേവൻ്റെ അമ്പലത്തിനോട് ചേർന്ന് ആലങ്കാട്ടിൽ വെച്ച് വിളിച്ചു ചേർത്ത യോഗമാണ് ആലങ്ങാട്ട് യോഗം. പിന്നീട് അത് ലോപിച്ച് ആലങ്കാടി യോഗവും പിന്നെ അത് ആലങ്ങാടി യോഗവുമായി ഇങ്ങനെയാണ് ഈ പേര് വന്നത്. ഞങ്ങൾ അയ്യപ്പസ്വാമിയുടെ പിതാവായ മഹാദേവന്റെ ആളുകളായി വിദുസാംഗരായിട്ടാണ് ഇപ്പോഴും ഗണിച്ചു വരുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ പേട്ട സംഘത്തിന്റെ രഥം വിവിധ ക്ഷേത്രങ്ങളിൽ വിളക്കുപൂജയും നടത്തി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ധനു 25-ന് എരുമേലിയിലെത്തും. എരുമേലിയിൽ പീഠം വയ്ക്കൽ ചടങ്ങിന് ശേഷം ധനു 27-നാണ് സംഘത്തിന്റെ പേട്ടകെട്ടൽ നടക്കുക. ജനം, കൊച്ചി.